ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. ഒരു 30ൽ കുറയാത്തൊരു കസ്റ്റമേഴ്സിന്റെ ലിസ്റ്റ് നമ്മളെ കയ്യിൽ എപ്പോഴും ഉണ്ടാവണം. ആ ഒരു ലിസ്റ്റ് നമ്മളെ കയ്യിൽ ഉണ്ടാകുന്നത് വളരെ നല്ലതായിരിക്കും. അതോടൊപ്പം തന്നെ റീറ്റെയിലിന് നിങ്ങൾക്ക് കിറ്റ് പ്രൊമോഷനിലൂടെ റീറ്റെയിൽ നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പൊ ഞങ്ങളൊക്കെ കോവിഡ് വന്ന സമയത്തൊക്കെ ചെയ്തൊരു കാര്യമാണ്. ഇപ്പൊ കുട്ടികൾക്കായിട്ടുള്ള ബേബി കെയർ കിറ്റ്, അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ വെച്ചുകൊണ്ട് ഒരു കിറ്റ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വുമൺസ് കെയർ കിറ്റ്, ലേഡീസിനായിട്ടുള്ള കിറ്റ് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഹോം കെയർ കിറ്റ്, വീട്ടിലേക്ക് വേണ്ട ഹോം കെയർ ഐറ്റംസ് വെച്ചുകൊണ്ടുള്ള ഒരു കിറ്റ്. അതുപോലെ തന്നെ ജെൻസിന് വേണ്ടിയുള്ള പ്രൊഡക്റ്റ് വെച്ചുകൊണ്ടുള്ള കിറ്റ്, അതുപോലെ തന്നെ വെൽനസ് കിറ്റ്, ഇങ്ങനെയുള്ളൊക്കെ രീതിയിൽ നമ്മൾ കിറ്റ് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് റീറ്റെയിൽ നല്ല രീതിയിൽ സഹായിച്ച ഒരു ഘടകമാണ്. അതുപോലെ തന്നെ നല്ല രീതിയിൽ ഹോം മീറ്റിംഗ്, ഒരു വ്യക്തി ജോയിൻ ചെയ്തു ഒരു മിനിമം ഒരു 5000 10,000 റുപ്പീസിന്റെ പ്രൊഡക്റ്റ് ഒക്കെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ ആ ഒരു വ്യക്തിയുടെ വീട്ടിൽ തന്നെ നമ്മൾ ഹോം മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുക. കാരണം നമ്മൾ ചെയ്യുന്ന ബിസിനസ് എന്താണെന്ന് നമ്മളെ വീട്ടുകാർക്കും നമ്മളെ അടുത്തുള്ളവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഹോം മീറ്റിംഗ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. അതോടൊപ്പം തന്നെ ഹോം ഷോപ്പിംഗ് ഇന്ന് എല്ലാ വീട്ടിലും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഹോം ഷോപ്പിംഗ്. കാരണം നമ്മൾ ഈ ചെയ്യുന്ന ബിസിനസ് സമൂഹത്തിൽ കൂടി അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹോം ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ ഹോം ഷോപ്പിംഗ് ഒരു നമ്മളെ ചുറ്റുപാട് അറിയപ്പെടുന്ന ഒരു വ്യക്തിയെ കൊണ്ട് ഒരു ഉദ്ഘാടകനാക്കി പ്രൊഡക്റ്റ് അവയർനെസ് ഒക്കെ എടുത്തുകൊണ്ട്, അതുപോലെ ആദ്യ വിൽപ്പന എന്നുള്ള രീതിയിൽ ആരെങ്കിലും ഒക്കെ അറേഞ്ച്മെന്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഹോം ഷോപ്പ് ചെയ്യുന്നതിലൂടെ നല്ല രീതിയിൽ പ്രൊഡക്റ്റ് കൊണ്ടു കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ റീറ്റെയിൽ എന്ന് പറയുന്നത് വളരെ മർമ്മപ്രധാന ഒരു ഘടകമാണ്. റീറ്റെയിൽ ചെയ്യുന്ന സമയത്ത് ചെറിയ ചെറിയ ഗോൾ സെറ്റ് ചെയ്യുക. അതായത് ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച ചെറിയ രീതിയിൽ ഒരു ഷോർട്ട് ടേം ഗോള് ഡേറ്റ് വെച്ചുകൊണ്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് റീറ്റെയിൽ നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടി പറ്റും. അതോടൊപ്പം തന്നെ അടുത്തൊരു ഘടകം എന്ന് പറയുന്നത് റീപർച്ചേസ്. ഇപ്പൊ റീപർച്ചേസ് നമുക്ക് കമ്പനി ഓഫർ പ്രോഡക്ട്സ് ഒക്കെ തരുന്നുണ്ട്. ആ സമയങ്ങളിലൊക്കെ നമ്മൾ കൃത്യമായിട്ട് റീപർച്ചേസ് ഏറ്റെടുക്കുക. ഓഫർ പ്രോഡക്ട്സ് ഒക്കെ കിട്ടുന്ന സമയം ഒരിക്കലും നമ്മൾ മിസ് ചെയ്യരുത്. അതോടൊപ്പം തന്നെ സ്റ്റോക്ക്, ഇപ്പൊ നമ്മളൊരു പർച്ചേസ് ചെയ്തു, ആദ്യം നമ്മൾ ചിന്തിക്കുന്ന വെച്ചാൽ എത്രയും പെട്ടെന്ന് ഈ സ്റ്റോക്ക് ഒന്ന് തീരണേ എന്നുള്ള രീതിയിൽ ചിന്തിക്കും. നമ്മൾ ഒരിക്കലും ആ രീതിയിൽ ചിന്തിക്കരുത്. കാരണം ഇത് ലൈഫ് ലോങ് നമ്മൾ കൊണ്ടുപോകേണ്ട ഒരു ബിസിനസ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, കഴിയുന്നതും സ്റ്റോക്ക് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മൾ പുതിയ പുതിയ ആൾക്കാരിലേക്ക് എത്തുമ്പോൾ നമ്മുടെ കയ്യിൽ പ്രൊഡക്റ്റ് ഇല്ലെങ്കിൽ, ഇപ്പൊ തന്നെ അറിയാം പുതിയ പ്രൊഡക്റ്റ് വന്ന സമയത്ത് പല പ്രൊഡക്ട്സും നമുക്ക് കിട്ടാത്തൊരവസ്ഥ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ കയ്യിൽ നമ്മൾ അത്യാവശ്യം സ്റ്റോക്ക് കരുതുക. എല്ലാം ഒരു അര ഡസൻ വെച്ചോ ഒരു ഡസൻ വെച്ചോ നിങ്ങൾ സ്റ്റോക്ക് കരുതുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം എമൗണ്ട് വരുമെന്ന്. ഒരിക്കലും എമൗണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾ സ്റ്റോക്ക് കരുതരുത്. നിങ്ങളെ കയ്യിലുള്ള കസ്റ്റമർ ലിസ്റ്റ് അനുസരിച്ച്, ടീമിലുള്ള ആൾക്കാരുടെ ലിസ്റ്റ് അനുസരിച്ച് നിങ്ങളൊരു സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുക. ഞാൻ അറ്റ് എ ടൈം 8 ലക്ഷം രൂപയുടെ സ്റ്റോക്ക് വരെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ധൈര്യത്തോടെ പറയും നിങ്ങൾ 8 ലക്ഷം വരെ പർച്ചേസ് ചെയ്തു എന്ന്. ആ ഒരു കോൺഫിഡൻസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ റീപർച്ചേസ് ചെയ്തുകൊണ്ടേയിരിക്കുക. നിങ്ങൾ ചെയ്താൽ മാത്രമേ നിങ്ങളെ കൂടെ വരുന്നവരും റീപർച്ചേസ് ചെയ്ത് മുന്നോട്ട് പോവുകയുള്ളൂ. അതോടൊപ്പം തന്നെ അടുത്തൊരു ഘടകം എന്ന് പറയുന്നത് റിക്രൂട്ട്മെന്റ്. റിക്രൂട്ട്മെന്റ് ഉണ്ടെങ്കിലേ നമുക്ക് പാസീവ് ഇൻകം ആ ലെവലിലേക്ക് എത്തുകയുള്ളൂ. അപ്പൊ റിക്രൂട്ട്മെന്റിന് നമ്മൾ കുറഞ്ഞത് ഒരു 200ൽ കുറയാത്ത ഒരു ലിസ്റ്റ് നമ്മളെ കയ്യിൽ ഉണ്ടാവണം. ഈ ഒരു ലിസ്റ്റ് എന്ന് പറയുന്നത് ഓരോ 6 മാസം കഴിയുമ്പോൾ നമ്മളത് പുതുക്കുക. ചിലരുണ്ട് ഒരു തവണ ഇട്ടു പിന്നീട് അങ്ങോട്ട് അത് തിരിഞ്ഞു നോക്കാറില്ല. പക്ഷെ 6 മാസം കഴിയുമ്പോൾ ഈ ലിസ്റ്റ് പുതുക്കാൻ പറയുന്നത്, നമ്മൾ ഈ ബിസിനസിന്റെ പല യാത്രകളിലും പല ആൾക്കാരെ നമ്മളെ പരിചയപ്പെടും, പല ആൾക്കാരെ നമുക്ക് അതിൽ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ അത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യാം, റിക്രൂട്ട്മെന്റ് ഈ ലിസ്റ്റ് പ്രകാരം മുന്നോട്ട് പോവേണ്ടതാണ്. അതുപോലെ റിക്രൂട്ട്മെന്റ് ഇതുപോലെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ സൂം മീറ്റിങ്ങും ഗൂഗിൾ മീറ്റും വഴിയൊക്കെ നമുക്ക് പുതിയ ആൾക്കാർക്ക് ബിസിനസ് ഓപ്പർച്യൂണിറ്റി പരിചയപ്പെടുത്തി കൊടുക്കാം. അതുപോലെ തന്നെ അവരുടെ സമയം കണ്ടെത്തി നമുക്ക് വീട്ടിലേക്ക് പോയിട്ട് പ്ലാൻ പറഞ്ഞു കൊടുക്കാം. അതുപോലെ തന്നെ മീറ്റിംഗ് സെന്ററിൽ GTS സെന്ററിലൊക്കെ കൊണ്ടുവന്നിരുത്തിയിട്ടും അതുപോലെ ഹോം ഷോപ്പിലൂടെയൊക്കെ നമുക്ക് പുതിയ ആൾക്കാരെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റും. റിക്രൂട്ട്മെന്റ് മർമ്മപ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുക, റെസ്പോൺസിബിലിറ്റി. പലരും ഈ ബിസിനസ്സിൽ മടിക്കുന്ന ഒരു കാര്യമാണ് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ. എല്ലാം നമ്മളെ കൊണ്ടുവന്ന ലീഡർ ഉത്തരവാദിത്തമായിട്ടാണ് അധികം ആൾക്കാരും കാണാറുള്ളത്. ഇത് നമ്മളുടെ ബിസിനസ്സാണ്. നമ്മളുടെ ബിസിനസ്സായിട്ട് നമ്മൾ എന്ത് കാണുന്നു അന്ന് മുതലേ നമ്മൾ ഇവിടെ സക്സസ് ആവുകയുള്ളൂ. അപ്പൊ നമ്മളുടെ ഉത്തരവാദിത്തമായിട്ട് കാണുക. റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പോൾ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത്, ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത് അതൊരു റെസ്പോൺസിബിലിറ്റി ആണ്. അതുപോലെ തന്നെ ഐഡിയ അടിക്കുന്നത്, KYC ചെയ്യുന്നത്, ചെറിയ രീതിയിൽ MC സ്റ്റാർട്ട് ചെയ്യുന്നത്, GTS എടുക്കുന്നത്, പ്രൊഡക്റ്റ് അവയർനെസ്, ഇതൊക്കെ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഇതൊക്കെ ഘട്ടം ഘട്ടമായിട്ട് നിങ്ങൾ ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒരു നല്ലൊരു ലീഡർ ആവാൻ വേണ്ടി സാധിക്കും. അപ്പൊ റെസ്പോൺസിബിലിറ്റി ഒരു പ്രധാന കാരണം. ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നത്, ഇതൊക്കെ നമ്മളുടെ ഉത്തരവാദിത്തങ്ങളാണ്. ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്, ഇതൊക്കെ ഒരു ഉത്തരവാദിത്തമായിട്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്.
ഇനി അടുത്തൊരു ഘടകം എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ്. നല്ലൊരു അപ്ലൈൻ ആയിട്ടും നമ്മൾ അസോസിയേറ്റും നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം. എപ്പോഴും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം. ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കണം നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ആ രീതിയിലുള്ള ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് നമ്മളെ അസോസിയേറ്റ്സ് ആയിട്ടും അപ്ലൈൻസ് ആയിട്ടും ഉണ്ടാവേണ്ടതാണ്. നല്ലൊരു കമ്മ്യൂണിക്കേഷൻ, നമ്മൾ കോൾ വിളിക്കുന്നതായിക്കോട്ടെ, എല്ലാ കാര്യങ്ങളൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരും. അതുപോലെ തന്നെ നമ്മളൊരു വീക്കിലി വിസിറ്റ്, എല്ലാവരും നമ്മളെ കൂടെയുള്ള അസോസിയേഷനൊക്കെ ഒരു വീക്കിലി ഒരു വിസിറ്റ് നടത്തുക. കാരണം നമ്മൾ എപ്പോഴും അവരെ പോയി കാണുമ്പോൾ നമ്മൾ തമ്മിലൊരു നല്ലൊരു ബോണ്ടിങ് ഉണ്ടാവും. അതുപോലെ തന്നെ റിട്ടൻഷൻ. നമ്മൾ ആദ്യഘട്ടത്തിൽ ഒരുപാട് പേരോട് ബിസിനസ് പറഞ്ഞിട്ടുണ്ടാവും. ആദ്യഘട്ടത്തിൽ പറഞ്ഞ ആൾക്കാരൊന്നും നമ്മളെ കൂടെ വരണം എന്നില്ല. പക്ഷെ നമ്മൾ ഈ ബിസിനസ് നല്ല രീതിയിൽ അവരൊന്നും ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ശക്തമായി ഏറ്റെടുക്കും. ഇത് മനസ്സിലാക്കിയ നമ്മളാണ്. നമ്മൾ